ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലെ എങ്ങനെ നമുക്ക് എത്രയും എളുപ്പത്തിൽ എങ്ങനെ ഹാങ്ങിങ്സ് വെച്ചെടുക്കാം എന്നാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എളുപ്പത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു സൂചിയും നൂലും മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. ഇത് ഞാൻ എൻ്റെ രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ചിലപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കായിരിക്കില്ല ചിലപ്പോൾ ഹാങ്ങിങ്സ് ഒക്കെ വെക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു രീതി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ സ്ലീവിൽ ഓൾറെഡി വർക്കൊക്കെ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സ്ലീവിൻ്റെ മുകളിലൊക്കെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ അറിയോ, ഹാങ്ങിങ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ സ്ലീവിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഹാങ്ങിങ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നൂല് കുടുങ്ങിപ്പോകും കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാ വർക്കും സ്ലീവിൻ്റെ എല്ലാ വർക്കും ചെയ്തതിന് ശേഷം മാത്രം വേണം നമുക്ക് ഈ ഒരു ഹാങ്ങിങ്സ് വെക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഹാങ്ങിങ്സ് വെക്കാനായിട്ട് നോർമൽ നീഡിലും അതുപോലെ തന്നെ മിഷ്യൻ ത്രെഡുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ത്രെഡിൻ്റെ അടിഭാഗം ഇതുപോലെ 2 നോട്ട് ഇട്ടിട്ട് നമ്മൾ ബാക്കി വരുന്ന ത്രെഡിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഞാൻ ഏത് കളറ് ബ്ലൗസാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അതേ കളറ് ത്രെഡാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഏത് കളറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വേറെ കളർ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ സ്ലീവിൻ്റെ മുകളിലൊന്നും ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് ഈ ഒരു ഹാങ്ങിങ്സിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു എൻഡ് ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ഇതുപോലെ ഈ സ്ലീവിൻ്റെ അടിഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഈ സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഈ ഒരു ഭാഗം, ആ ഭാഗത്തേക്ക് ആ സെൻറ്റർ ഭാഗത്തേക്ക് വേണം നമ്മൾ സൂചി കുത്തി കയറ്റിയെടുക്കാനായിട്ട്. ഇതുപോലെ കണ്ടില്ലേ, ബാക്കിൽ നിന്ന് കുത്തി നമ്മൾ ആ സെൻറ്റർ ഭാഗത്തോട്ട് നടുഭാഗത്തോട്ട് ഇതുപോലെ ഇങ്ങനെ സൂചി കയറ്റിയെടുത്തു. അതിനുശേഷം ഞാനിവിടെ 4 കട്ട് ബീഡ്സ് 4-5 കട്ട് ബീഡ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഓവൽ ഷേപ്പിലുള്ള ഗ്രീൻ കളറ് ബീഡ്സും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഒരു ഗോൾഡൻ ബീഡും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് തരത്തിലുള്ള മുത്തുകൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് മുത്തുകളൊക്കെ കോർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു മുത്തിനെ മാറ്റി വെക്കുക. അതിനുശേഷം ബാക്കി വരുന്ന എല്ലാ മുത്തിൻ്റെ ഉള്ളിൽ കൂടെയും നമ്മൾ ഈ സൂചി കയറ്റിയിട്ട് നമ്മൾ നേരത്തെ സെൻറ്റർ ഭാഗത്ത് കൂടെ സൂചി കുത്തി കയറ്റിയില്ലേ, അതേ ഭാഗത്ത് കൂടെ തന്നെ എന്ത് ചെയ്യണം, ഈ സൂചിനെ കുത്തി ഇറക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ആ ഒരു ത്രെഡിനെ സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ? എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ചുളുങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എൻ്റെ ഭാഗത്തുള്ള ഏത് മുത്താണോ ആ മുത്തിൻ്റെ അവിടെ പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി അടുത്ത അടുത്ത ഹാങ്ങിങ് ചെയ്യുമ്പോൾ ഒരു ഒരു ഗ്യാപ്പ് വിടണം കേട്ടോ. ഒരു 1/4 ഇഞ്ചെങ്കിലും നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടുത്തൊരു മുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ കട്ട് ബീഡ്സും ഓവൽ ബീഡും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡും ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ ഗോൾഡൻ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ മുത്തുകൾക്ക് ഇടയിലൂടെയും ഇതുപോലെ ആ സ്ലീവിൻ്റെ തുണി ഭാഗത്തേക്ക് ഇതുപോലെ കുത്തിക്കയറ്റി കൊടുത്തു കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത്രയും എളുപ്പത്തിലായിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാറുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബ്ലൗസിലോ അല്ലെങ്കിൽ ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ബ്ലൗസിലൊക്കെ ഇങ്ങനെ ഹാങ്ങിങ്സ് ചെയ്യാറില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ ഈ ഒരു ഹാങ്ങിങ്സ് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. ഈ ഒരു വർക്ക് മൊത്തം ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഭാഗം എങ്ങനെയുണ്ട് നമുക്കൊന്ന് കാണണ്ടേ. അപ്പം നിങ്ങളും എൻ്റെ ഈ ഒരു രീതി ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അപ്പോഴാണല്ലോ എനിക്ക് കൂടുതൽ സന്തോഷമാവുക നിങ്ങളും ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ. അപ്പം ഞാൻ ഈ ഒരു വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ വരിക. നമ്മുടെ സ്ലീവ് അത് കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, കണ്ടില്ലേ? അതിൻ്റെ അടിഭാഗം അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.